വൺ ആൻഡ് ഓൾ. ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. സോ ഞങ്ങളുടെ ടോപ്പിക് disentangling deceptions, unveiling the perilous myths and surrounding endosulfan. Endosulfan ദുരിതബാധിതരെ പറ്റിയും കാസർഗോഡ് ഡിസ്ട്രിക്റ്റിനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ എൻഡോസൾഫാൻ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയകളിലും നമ്മുടെ ഇന്റർനെറ്റിൽ പോലും ഇപ്പോൾ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കുന്നത് ഇറ്റ് ഈസ് POP എന്ന് പറയുന്ന ഗണത്തിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടന്റ്. അപ്പൊ അത് പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടന്റ് ആണോ എന്നുള്ള ആ മിത്തിനെയാണ് ഞങ്ങളിവിടെ ഡീബങ്ക് ചെയ്യാൻ പോകുന്നത്. സോ let's move on to what is endosulfan. So it was developed by Hostag in 1956 in Germany. Till 2001 the European Union was the major producer, one of the cheapest and effective pesticide. It was the world's third largest selling generic pesticide involving 30 crores, and India was the largest producer and exporter after delicensing. 1956 യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രൊഡക്ഷൻ തുടങ്ങുന്നതെന്ന് പറയുന്നത്. യൂറോപ്യൻ യൂണിയൻ ആണ് തുടങ്ങിയത്. 20 വർഷമായിരുന്നു പേറ്റന്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. 20 വർഷത്തിന് ശേഷം ഏത് രാജ്യങ്ങൾക്കും സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു റൈറ്റ് കിട്ടുകയാണ്. അങ്ങനെയാണ് ഇന്ത്യക്ക് ഇതിന്റെ ഏറ്റവും വലിയ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആകാൻ സാധിച്ചത്. ഏകദേശം 2000-ൽ ഏകദേശം 180 കോടി രൂപയുടെ വരുമാനമാണ് ഇന്ത്യക്ക് ഈ പെസ്റ്റിസൈഡിലൂടെ മാത്രം ലഭിച്ചത്. സോ ഇതിന്റെ ഹിസ്റ്ററിയിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ഈ 4 ഡിവിഷൻസ് ഉണ്ടായിരുന്നു. കാസർഗോഡ് ഡിസ്ട്രിക്ട് കംപ്രൈസിംഗ് ഓഫ് 4696 ഹെക്ടേഴ്സ് ഓഫ് കാഷ്യൂ പ്ലാന്റേഷൻ. അതുപോലെ മണ്ണാർക്കാട്, പാലക്കാട് മണ്ണാർക്കാട് 340 ഹെക്ടേഴ്സ് ഓഫ് പ്ലാന്റേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. 1981 വരെ ഗ്രൗണ്ട് സ്പ്രേയിങ് ആയിരുന്നു. 1981 മുതൽ 2000 വരെ ഏരിയൽ സ്പ്രേയിങ്ങുമായിരുന്നു. ആദ്യമേ 3 പ്രാവശ്യമായിരുന്നു സ്പ്രേ ചെയ്തത്, പിന്നെ അത് 2 പ്രാവശ്യമായി. സോ ഞങ്ങളിവിടെ എടുക്കുന്ന ആർട്ടിക്കിൾ, റിസർച്ച് ആർട്ടിക്കിൾ ബേസ്ഡ് ഓൺ ആൻ evidence-based inquiry into the endosulfan tragedy in Kasaragod, Kerala, conducted by Agriculture University, Kasaragod, the professor K.M. Srikumar and D.N. Prathapan. So ഇവരുടെ റിസർച്ച് ആർട്ടിക്കിൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ മിത്തിനെ പൊളിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഞങ്ങൾ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ എടുക്കുന്നുണ്ട്. The wards near to cashew estates and away from where compared. ഇവിടെ ഞങ്ങൾ എടുത്തിരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ എന്ന് പറയുന്നത് ഏകദേശം 48 തളിച്ച വാർഡുകളും 115 എൻഡോസൾഫാൻ തളിക്കാത്ത വാർഡുകളും തമ്മിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ for 17 types of mental and physical disability no higher prevalence എന്ന് പറഞ്ഞാൽ സ്പ്രേ ചെയ്ത വാർഡുകളിലും സ്പ്രേ ചെയ്യാത്ത വാർഡുകളിലും വലിയ വ്യത്യാസങ്ങൾ ഈ മാനസിക രോഗങ്ങളിലോ അല്ലെങ്കിൽ ശാരീരിക രോഗങ്ങളിലോ വലിയ വ്യത്യാസങ്ങൾ പ്രകടമാകുന്നില്ല. അപ്പോൾ നമ്മൾ പറയുന്നു പെസ്റ്റിസൈഡ് ഉപയോഗിച്ചത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണമെന്ന് പറയുന്ന ആ മിത്തിനെ ഇവിടെ തന്നെ പൊളിയുകയാണ്. സോ ദാറ്റ്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. Next is no difference between Kasaragod and Kerala in disease prevalence. നമ്മൾ കേരളത്തിലെ മറ്റ് ജില്ലകളുമായിട്ടും അതുപോലെ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് മാത്രം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോ സെർബൽ പ്ലാസി, ക്രോണിക് ന്യൂറോളജിക്കൽ ഡിസബിലിറ്റി, ഡെഫ് ബ്ലൈൻഡ്നെസ്, ഇതുപോലുള്ള എല്ലാ രോഗങ്ങളും വെച്ച് നമ്മൾ താരതമ്യ പഠനം നടത്തുമ്പോൾ വലിയ ഡിഫറൻസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ പെസ്റ്റിസൈഡ് കൊണ്ട് മാത്രമല്ല അല്ലെങ്കിൽ കേരളത്തിന്റെ മറ്റ് ജില്ലകളിലും ഉള്ള ആൾക്കാരും കാസർഗോഡും തമ്മിൽ വളരെ വലിയ വ്യത്യാസങ്ങൾ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നോ ഡിഫറൻസ് ഇൻ ടോട്ടൽ ഡിസബിലിറ്റി ബിറ്റ്വീൻ സ്പ്രേഡ് ആൻഡ് അൺസ്പ്രേഡ് ഗ്രാമപഞ്ചായത്ത്. ഇപ്പോ ഇവിടെ ഒരുപാട് ഗ്രാമപഞ്ചായത്തുകളുടെ പേരുകൾ പറയുന്നു. എൻമകജെ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്ത്, അതിലെ 310,000 പേരിൽ 354 പേർക്ക് മാത്രമാണ് ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കാറെടുക്ക എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിൽ 429 പേർക്കും. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ കാറെടുക്ക എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിൽ സ്പ്രേ ചെയ്തിട്ടില്ല, പക്ഷെ അവിടുത്തെ 10,000 സാമ്പിളുകളിൽ 429.5 പേർക്കാണ് ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പൊ സ്പ്രേ ചെയ്ത സ്ഥലത്ത് ഡിസബിലിറ്റി കുറവും സ്പ്രേ ചെയ്യാത്തടുത്താണ് ഡിസബിലിറ്റി കൂടുതലും ഉള്ളത്. സോ അപ്പൊ നമുക്ക് എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും എൻഡോസൾഫാൻ മൂലം മാത്രമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്? അതുപോലെ തന്നെ യൂറോപ്പിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും ചൈനയിലും ഓസ്ട്രേലിയയിലും ഏകദേശം 55 മുതൽ 60 വർഷക്കാലം വരെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ തേർഡ് ലാർജസ്റ്റ് സെല്ലിംഗ് പെസ്റ്റിസൈഡ്. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ പുതിയ ന്യൂവർ ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ടിസൈഡ്സും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻഡോസൾഫാനെ യൂറോപ്യൻ യൂണിയൻ POP ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമം നടത്തിയതും 2007-ലാണ്. സോ ഞങ്ങളിവിടെ എൻഡോസൾഫാൻ എന്ന് പറയുന്ന പെസ്റ്റിസൈഡ് നിരോധിക്കണം എന്നുള്ളതല്ല,
എൻഡോസൾഫാനിന് പകരം എൻവയോൺമെന്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ള വലിയ ടോക്സിക് ആകാത്ത പുതിയൊരു പെസ്റ്റിസൈഡ് വരികയാണെങ്കിൽ ആ പെസ്റ്റിസൈഡിനെ ബാൻ ചെയ്തിട്ട് പുതിയ പെസ്റ്റിസൈഡ് മാർക്കറ്റിൽ വരണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. We are not supporting endosulfan, but this statistical data clearly proves that it is non toxic from these aspects. So in the scientific analysis പറയാൻ വേണ്ടി why it is not categorized under POP according to the research article by Sydney University professor Sir Kennedy. Come on. What is POP? POP means നമുക്ക് എല്ലാവരും വിചാരിക്കുന്നത് POP എന്ന് പറഞ്ഞാൽ പെർസിസ്റ്റിംഗ് ഓർഗാനിക് പൊല്യൂട്ടന്റ് ആണ് നമുക്കറിയാം. പക്ഷേ എൻഡോസൾഫാൻ എന്ന് പറയുന്നത് നമ്മൾ POP യിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ബാൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മുടെ സ്റ്റഡീസ് പ്രകാരം പറയുന്നുണ്ട് എൻഡോസൾഫാൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു POP ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. അതായത് കെനഡിയന്റെ അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയും അതേമാതിരി സയന്റിഫിക്കൽ പ്രൂഫും വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും എന്താ POP എന്ന് പറയുന്നത് എൻഡോസൾഫാൻ എന്ന് പറയുന്നത് POP ആയിട്ട് കംപ്ലീറ്റ്ലി അത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ലെന്ന്. അതായത് POP ഒരു പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പൊല്യൂട്ടന്റ് എടുക്കുകയാണെങ്കിൽ POP ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് റൂൾസ് ഉണ്ട്, അതായത് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. അതായത് അത് ബയോ അക്യുമുലേഷൻ ആയിരിക്കണം, ലോങ് ടേം ബയോ അക്യുമുലേഷൻ ആയിരിക്കണം, അതേപോലെ ലോങ് ടേം ട്രാൻസ്ഫർ നടക്കണം, അതേപോലെ തന്നെ പെർസിസ്റ്റൻസ് എന്ന് പറയുന്നത് വാട്ടറിലാണെങ്കിൽ അത് 2 months എബോ നിൽക്കണം, അതേപോലെ സോയിലാണെങ്കിൽ അത് 6 months എബോ നിൽക്കണം എന്നൊക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ട് പറയുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പക്ഷേ വി ആർ കൺസിഡർ ചെയ്യുക എൻഡോസൾഫാനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന്റെ നമ്മുടെ അരിത്മെറ്റിക്കൽ മീനും ജിയോമെട്രിക്കൽ മീനും ഒക്കെ നോക്കുന്ന സമയത്ത് എന്താണ് POPന്റെ ക്രൈറ്റീരിയ വെച്ചിട്ട് സോയിലാണെങ്കിൽ അത് 182 ദിവസം മാത്രമേ നിൽക്കുന്നുള്ളൂ, വാട്ടറിലാണെങ്കിൽ അത് 60 days മാത്രമേ നിൽക്കുന്നുള്ളൂ. അത് പകരം അത് എന്ത് ചെയ്യുന്നു, അത് ഡീഗ്രേഡ് ചെയ്ത് പോകുന്നു എന്നാണ് പറയുന്നത്. അതായത് എൻവയോൺമെന്റിലാണെങ്കിലും വാട്ടറിലാണെങ്കിലും സോയിലാണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, അത് ബ്രേക്ക് ഡൗൺ ആയിട്ട് നോൺ ടോക്സിക് ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ആയിട്ട് മാറുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ POPന്റെ ക്രൈറ്റീരിയ പ്രകാരം അത് ഒരിക്കലും ഡീഗ്രേഡ് ചെയ്യാൻ പറ്റാത്ത പെർസിസ്റ്റിംഗ് ആയിട്ടുള്ള പൊല്യൂട്ടന്റ് ആണ് നമുക്ക് അറിയാവുന്നത്. പക്ഷേ എൻഡോസൾഫാൻ എന്താവുന്നുണ്ട്, അത് വിഘടിച്ച് നോൺ ടോക്സിക് അല്ലാത്ത ഒരു പൊല്യൂട്ടന്റ് ആയിട്ട് വിത്തിൻ ദിസ് ഡേയ്സ് അതിനുള്ളിൽ നമുക്ക് സംഭവിക്കുന്നുണ്ടെന്ന് ഇതിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ബയോ അക്യുമുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബയോളജി, അതായത് ലിവിങ് ഓർഗാനിക് സെല്ലിൽ അത് അക്യുമുലേറ്റ് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് പീരീഡ് എന്ന് പറയുന്നത് ലോങ് ടേം ആയിട്ടാണ് ഒരു POP യിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എൻഡോസൾഫാൻ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡി അത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് ഡൈലൂട്ടഡ് വേർഷനിലാണ് നമ്മൾ അബ്സോർബ് ചെയ്യുന്നത്. അത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കിഡ്നിയിലുള്ള ഒരു എൻസൈമാണ് സൈറ്റോക്രോം P450 എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞിട്ട് ബയോളജിക്കലി അതിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതായത് എൻഡോസൾഫാൻ സൾഫേറ്റ് ആയിട്ടും ഡയോൾസ് ആക്കിയിട്ടും കൺവേർട്ട് ആക്കിയിട്ട് അതിന് നമുക്ക് എക്സ്ക്രീഷൻ വഴി, അതായത് യൂറിയ വഴിയൊക്കെ നമുക്ക് അതിനെ എലിമിനേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പം ബയോ അക്യുമുലേഷന്റെ ഡാറ്റ നോക്കുകയാണെങ്കിലും എന്താണ് അത് POP ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പിന്നെ ഇത്രയും 4 ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ എന്തായാലും എന്താണ് എൻഡോസൾഫാൻ എന്നത് POP ആണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇത്രയും സയന്റിഫിക് ഡാറ്റ വെച്ചിട്ട് അത് POP അല്ല എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. Thank you, Dean. It is time for interaction. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ററാക്ഷൻ മുമ്പ് കുറച്ച് കാര്യങ്ങൾ, ഇത് വളരെ ലെന്തി ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഒരിക്കലും ഒരു 10 മിനിറ്റ് ചുരുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കല്ല. നിങ്ങൾ വളരെ കൺസൈൻസ് ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ POPയുടെ റീസൺസ് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് കുറേ പൊളിറ്റിക്കൽ ആയിട്ടുള്ള നിയോ കൊളോണിയലിസ്റ്റ് എലമെന്റ്സും ഉണ്ട്. ഒരു എക്കണോമിക് സ്കാമും ഇതിൽ നടന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ വിശദീകരിക്കാൻ ടൈം ഇല്ലാത്തത് കൊണ്ടാണ് വിശദീകരിക്കുന്നത്. മിത്തല്ല, ഞങ്ങൾ മറ്റുള്ള ആർട്ടിക്കിൾസിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ മറ്റുള്ള തിയറീസിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കറക്റ്റ് ആയിട്ടുള്ള എവിഡൻസ് ആണ്. കാരണം ഇദ്ദേഹം ഈ കമ്മീഷനകത്തുള്ള ഉണ്ടായിരുന്ന ആളാണ്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ. ഇദ്ദേഹം ഈ റിസർച്ച് ആർട്ടിക്കിൾ വെച്ച് പറയുന്നത് സ്പ്രെയിഡും അൺസ്പ്രെയിഡും തമ്മിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തിന്റെ ബേസിലാണ് സ്പ്രെയിഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഫിസിക്കൽ ഡിസബിലിറ്റി മെന്റൽ ഡിസബിലിറ്റി വരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ നമ്മളിവിടെ വന്നിരിക്കുന്ന എൻഡോസൾഫാനെ പ്രകീർത്തിക്കാൻ വേണ്ടിയല്ല, ബാൻ ചെയ്യണമെന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഈ പെസ്റ്റിസൈഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം നമ്മൾ ഒരു അഗ്രികൾച്ചറിൽ അഡോപ്റ്റ് ചെയ്യേണ്ടതാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ റിസർച്ച് പലപ്പോഴും നമ്മളെ മെയിൻ സ്ട്രീമിൽ വരുന്നില്ല. ഇപ്പോൾ ടീച്ചർ പറഞ്ഞ കാര്യം തന്നെ മെയിൻ സ്ട്രീമിൽ ഞങ്ങൾ ഇത് കണ്ടിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഈ ടോപ്പിക് എടുക്കാൻ നേരത്ത് ഞങ്ങൾക്കും ഇതുപോലെ ഒരു ഡിലമ വന്നിരുന്നു. ബട്ട് വെൻ വി ഗോ ടു ദിസ് റിസർച്ച് പേപ്പർ ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ വെച്ചാണ് ഞങ്ങൾ കാണിച്ചിരിക്കുക. അതുപോലെ POPയുടെ റീസൺ ഞങ്ങൾ പറയും. ഈ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻ
ഇപ്പോൾ സോയിലും വാട്ടറിലും എയറിലും ഞങ്ങൾ പറയുന്നത് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസ് ഇല്ല. അതുപോലെ തന്നെ നോൺ ടോക്സിക് ആണ്. കാരണം ഇതിൽ ഈ റിസർച്ച് പേപ്പറിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 50 മില്ലിഗ്രാം ഉള്ള ഒരു ഇൻസെക്റ്റിനെ വേണമെങ്കിൽ ഇത് അഫക്റ്റ് ചെയ്യാം. പക്ഷേ 50 കിലോ ഉള്ള ഒരു മനുഷ്യന്റെ ബോഡിയിൽ ഇത് നോൺ ടോക്സിക് ആയിട്ട് മാറുന്നു. എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് ട്രോപ്പിക്കൽ റീജിയൻസിൽ ഇത് വ്യാപനത്തിനുള്ള ഒരു ചാൻസും ഇല്ലെന്നാണ് പറയുന്നത്. മറ്റ് രാജ്യങ്ങൾ ഇപ്പൊ അമേരിക്കയിൽ ബാൻ ചെയ്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പുതിയ പെസ്റ്റിസൈഡ് അവർ കണ്ടെത്തി. ഇറ്റ് ഈസ് അത് അഗ്രികൾച്ചറിൽ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയതുകൊണ്ടാണ് ബാൻ ചെയ്തിട്ടുള്ളത്. അല്ല സ്പെസിഫിക് ആയിട്ടുള്ള റീസൺസ് ഇല്ല. കാസർഗോഡ് ഈ സ്ഥലത്ത് ഇപ്പൊ ഞങ്ങൾ റിസർച്ച് സ്കോളേഴ്സ് അല്ല. ഇപ്പൊ റിസർച്ച് സ്കോളർ ആവുകയാണെങ്കിൽ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും WHO ഏകദേശം 200ഓളം പ്രോജക്റ്റുകൾ എൻഡോസൾഫാൻ അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി അവരുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി അവിടെ നടത്തുന്നുണ്ട്. അപ്പൊ ഇത് എൻഡോസൾഫാൻ അല്ല എങ്കിൽ ഈ പ്രോജക്റ്റുകളൊക്കെ വെറുതെ അതാണ് ഞങ്ങൾ പറയുന്നത്. അതല്ല, ഇതിൽ 300ഓളം രോഗങ്ങളാണ് ഈ മെഡിക്കൽ എക്സ്പേർട്ടുകൾ പറയുന്നത്. 300ഓളം രോഗങ്ങളാണ് ഈ എൻഡോസൾഫാന്റെ മുകളിൽ ചാർത്തി വെച്ചിരിക്കുന്നത്. ഓക്കെ, 300ഓളം ഡിസീസസ് ആണ് ചാർട്ട് ചെയ്തത്. ഈ റിസർച്ച് ആർട്ടിക്കിളിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. കാരണം അതിൽ നമ്മൾ ഈ ഈവൻ ദോ BP വരെ ഈ എൻഡോസൾഫാന്റെ മേൽ ചാർത്തി വെച്ചിരിക്കുന്ന എക്സ്പേർട്ടുകളുണ്ട്. റിസർച്ച് വർക്ക് എന്ന് പറയുമ്പോഴേ അവരൊരു പല ആളുകളും നമ്മൾ മെജോറിറ്റി ഓഫ് ദ ആൾക്കാരും എന്താ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ പറയുന്നത് പേപ്പർ പബ്ലിഷ് ചെയ്യാനായിട്ട് പറയുന്നത് റിയാലിറ്റിയുമായിട്ട് പബ്ലിക് ഡൊമൈനിലുള്ള റിയാലിറ്റിയുമായിട്ട് എപ്പോഴും അത് ഒരുമിച്ച് പോകണമെന്നില്ല. അല്ല, ഇപ്പോഴും ഈ പെർസിസ്റ്റന്റ് ഇല്ലെന്ന് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ യൂണിവേഴ്സിറ്റി, സിഡ്നി യൂണിവേഴ്സിറ്റി പ്രൊഫസർ കെനഡിയുടെ ഇതിൽ നിന്ന് തന്നെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് പെർസിസ്റ്റന്റ് ഇല്ല എന്നുള്ളത്. അപ്പൊ പെർസിസ്റ്റന്റ് ഇല്ലാത്തൊരു സാധനം എങ്ങനെയാണ് വ്യാപിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇല്ല, കേട്ടിട്ടില്ല. എൻഡോസൾഫാൻ അഫക്റ്റഡ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അവിടെ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാളാണ് ദേവൻ. ഞാൻ അവരുടെ കൂടെ അവിടെ പോയിട്ടുള്ളതാണ്. ഈ ഓട്ടിസം, അതായത് തലയും കൈയും കാലും ഒക്കെ വളരെ വലുതായിട്ടിരിക്കുന്ന ഓട്ടിസം ബാധിച്ച ഒരുപാട് കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഈ അവിടെ ആ ഒരു പ്രത്യേക ഏരിയയിൽ മാത്രം ഇങ്ങനെ ഓട്ടിസം കൂടുതലായിട്ട് വരാൻ വേറെ എന്തൊരു കാരണം നിങ്ങൾ പറയുന്നത് അല്ലാതെ ഞങ്ങളിപ്പം എക്സിസ്റ്റിംഗ് തിയറീസിൽ ഇതിൽ റിസർച്ച് വേണമെന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. ഞങ്ങൾ റിസർച്ച് എക്സ്പേർട്സ് അല്ല. കാരണം ഈ ഡേറ്റ ഇപ്പം ഞങ്ങളിപ്പോൾ പറയാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ വി സ്റ്റാൻഡ് ഫോർ, ഞങ്ങൾ അവർക്ക് വേണ്ടി തന്നെയാണ്. കാരണം ഇപ്പോൾ സാറ് പറഞ്ഞ ഇഷ്യൂസ് ഞങ്ങളും ഹ്യൂമാനിറ്റേറിയൻ പെർസ്പെക്റ്റീവ് തന്നെയാണ് കാണാൻ ശ്രമിക്കുന്നത്. കാരണം ഇപ്പോൾ വിവാഹങ്ങൾ നടക്കുന്നില്ല. കാസർഗോഡ് ജില്ലയിൽ വിവാഹങ്ങൾ മറ്റുള്ള ജില്ലകളിൽ നടക്കുന്നില്ല. കാരണം എൻഡോസൾഫാനിന്റെ പേടി കൊണ്ടാണ് ആൾക്കാർ മാരേജിന് അലയൻസസിന് പോകാത്തത്. അപ്പോൾ നമ്മൾ ഒരു വിഷവാതകം ഒരു ജില്ലയുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചിട്ട് അതുകൊണ്ട് അവർ എല്ലാ ജനറേഷൻ നമ്മൾ സാമ്പത്തികമായി സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ന് സാമ്പത്തികമായ സഹായങ്ങൾ മാത്രം മതിയോ? ഒരാളുടെ ഡിഗ്നിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്ന സാമ്പത്തികമായ സഹായങ്ങൾ മാത്രമാണോ എന്നുള്ളൊരു ചോദ്യം. അതുപോലെ തന്നെ ഈ നമ്മൾ ഇപ്പൊ നമ്മൾ സാറ് പറഞ്ഞ അമേരിക്കയിലേക്ക് കേസാണ് പറഞ്ഞത്. ഇപ്പൊ ഇന്ത്യയിൽ 1% മാത്രമേ എൻഡോസൾഫാൻ കളിച്ചിട്ടുള്ളൂ കൺസിഡറിങ് ദ കൺട്രിയുടെ മൊത്തത്തിലുള്ള ഡേറ്റ എടുക്കുകയാണ്. കാരണം മേജർ എൻഡോസൾഫാൻ കൺസ്യൂമിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് മഹാരാഷ്ട്ര 15% പറയട്ടെ. കാരണം ഇത് അത്ര ഇമ്പോർട്ടന്റ് ആയ ഇഷ്യൂ ആണ്. ഇപ്പൊ ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞു വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനും. പക്ഷെ ഞങ്ങളിവിടെ വന്ന് അറിയാനും അറിയിക്കാനും ഉണ്ട്. ഞങ്ങൾ ഞങ്ങൾ വാല്യൂ ചെയ്യും. പക്ഷെ ഇതിനെ കൺസിഡർ ചെയ്യും. അല്ല, ഇതിനെ പറ്റിയുള്ള പഠനങ്ങൾ അല്ല. ഇപ്പൊ 300ഓളം ഡിസീസസ് മെഡിക്കൽ ഹിസ്റ്ററിയുടെ ചരിത്രത്തിൽ 300ഓളം ഡിസീസസ് ഒരു ടോക്സിക്കിന്റെ മേലിൽ ഇടുന്നത് കാസർഗോഡ് മാത്രമാണ്. അത് പറ്റുമോ മിസ്സിന് പറയാം? 300ഓളം ഡിസീസസ് ഒരു ടോക്സിക്കിന്റെ പേരിട്ട് എന്ത് വിരോധാഭാസമാണ്? അല്ല, ചിന്തിച്ചു നോക്കും. 300ഓളം ഡിസീസസ് ഒരു ടോക്സിക്. ഹൗ ക്യാൻ യു ജസ്റ്റിഫൈ ദാറ്റ്? അതുപോലെ തന്നെ സാറ് പറഞ്ഞ ഈ കാര്യം മഹാരാഷ്ട്രയിൽ ഇന്ത്യയിൽ കാസർഗോഡ് 1% മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുപോലെ മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്തത് 15% മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശിൽ 14.3 ആൻഡ് മധ്യപ്രദേശ് 10.1, വെസ്റ്റ് ബംഗാൾ 9.3 അതാണ് കൺസ്യൂം ചെയ്തിരിക്കുക. അപ്പൊ ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ വന്നിട്ടില്ല. അവിടെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ? മഹാരാഷ്ട്ര മറ്റുള്ള സ്റ്റേറ്റുകൾ വലുതാണ്. അപ്പൊ നമ്മൾ പെർസെന്റേജ് കണക്ക് പറഞ്ഞാൽ ശരിയാവും. സാർ അതല്ലേ സാർ POPയുടെ ക്രൈറ്റീരിയ ഞങ്ങൾ പറഞ്ഞ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻ എന്ന് പറഞ്ഞാൽ ഇത് പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കില്ല. വാട്ടറിൽ നിൽക്കില്ല, എയറിൽ നിൽക്കില്ല, അതുപോലെ സോയിൽ നിൽക്കില്ല. ട്രോപ്പിക് റീജിയനിൽ ഇത് വിഘടിക്കുന്നു, കോമ്പൗണ്ട്സ് വിഘടിക്കുന്നു.
അപ്പൊ അത് നോൺ ടോക്സിക് ആയിട്ട് മാറുന്നു. സോ അതിന് ഈ സ്ഥലത്തിന്റെ പരിമിതി വെച്ചുകൊണ്ട് പറയുന്നതിന് അർത്ഥമില്ല. ചൂട് എല്ലായിടത്തും ഒരുപോലെ ആണല്ലോ. ചൂടിന്റെ കാര്യത്തിൽ ഇപ്പൊ ഡെൻസിറ്റിയും ചൂടുമായിട്ട് ബന്ധമില്ലല്ലോ. We value your judgments. കാരണം ഇതിൽ കൂടുതൽ തിയറീസ് നടക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. We stand in unwavering solidarity with the people of Kasaragod in their suffering. We stand for them, determined to break the chains of mainstream narratives that have overshadowed their reality. We call upon our science professors and students to rise to the challenge, conduct deep research, uncover the truth and identify the real cause behind their struggles. Justice, at last, justice begins with knowledge and knowledge begins with questioning. So, ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, ഞങ്ങൾ ഈ ഇവിടെ ഞങ്ങൾക്ക് പ്രൈസ് ഒന്നില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇവിടെ പ്രൈസ് ഒന്നില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ്. Now we are doing one of the fundamental duties prescribed in the Indian Constitution. It shall be the duty of every citizen of India to develop scientific, humanism, and the spirit of